Hello my dears, welcome to ACS online class. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ബുക്കിലെ ബാക്കി ഭാഗങ്ങൾ പഠിക്കാം. പേജ് നമ്പർ 10 9 വരെ നമ്മൾ പഠിച്ചു അല്ലേ? Which of the following angles are right angles? 90 ആംഗിൾ വരുന്നതാണ് റൈറ്റ് ആംഗിൾ. ഏതൊക്കെ ആംഗിൾസ് ആണ് റൈറ്റ് ആംഗിൾ? ഫസ്റ്റ് വൺ ഏതൊക്കെയാണ്? CD അല്ലേ? CD ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും റൈറ്റ് ആംഗിൾസ് വരച്ചിരിക്കുകയാണ്. അപ്പോൾ CD ആണ് റൈറ്റ് ആംഗിൾസ്. അവിടെ എല്ലാവരും സിക്കും ഡിയും താഴത്ത് കണ്ടോ റൈറ്റ് ആംഗിൾസ് 1 ഡാഷ്. അപ്പോൾ അവിടെ എഴുതിക്ക് CD. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് റൈറ്റ് ആംഗിൾസ്? FH അല്ലേ? എഫും എച്ചും റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ സെക്കൻഡിന് അവിടെ താഴത്ത് കണ്ടോ 2 ഡാഷ്. അവിടെ എഴുതുക FH. തേർഡ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് റൈറ്റ് ആംഗിൾസ്? KL അല്ലേ? റൈറ്റ് ആംഗിൾസ് വരുന്നത് KL ആണ്. അപ്പൊ 3യുടെ അവിടെ KL എന്ന് എഴുതണം. ഇനി 4ൽ ഏതൊക്കെയാണ്? MO അല്ലെ? MO. 4ന്റെ അവിടെ താഴത്ത് എഴുതുക MO. റൈറ്റ് ആംഗിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? അത് മനസ്സിലാക്കി വേണം ചെയ്യാൻ. മിസ് പറഞ്ഞതുപോലെ കോപ്പി അടിക്കാൻ നിൽക്കരുത്, മനസ്സിലാക്കി എഴുതുക. പെൻസിൽ വെച്ച് എഴുതിയാൽ മതി. Mark the right angles and say how many right angles are there in each. നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ റൈറ്റ് ആംഗിൾസ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയില് ഓൺലി 1 ഉള്ളു അല്ലെ? ട്രയാങ്കിൾ ആണ്, അവിടെ നടുക്ക് മാത്രമേ ഉള്ളൂ റൈറ്റ് ആംഗിൾ. ഇനി ബി നോക്കിക്കേ. ഫസ്റ്റില് ബി നോക്കിക്കേ. 4 അറ്റങ്ങളും റൈറ്റ് ആംഗിൾസ് ആണ്. അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് 4 വശങ്ങളും 4 അറ്റങ്ങളും ഇതുപോലെ ബോക്സ് ആണ്. അപ്പൊ 4 അറ്റങ്ങളും ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സൈഡിൽ 4 എന്ന് എഴുതുക. ഇനി സിയിലോ? സി നോക്കി. സിയുടെ ഈ ഒരു മുകളിലത്തെ ഭാഗവും മുകളിലത്തെ ഭാഗം ഇവിടെ രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അവള് അത് രണ്ടും മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 എന്ന് എഴുതുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എയിൽ എത്ര എണ്ണം വരുന്നുണ്ട്? താഴത്തെ ഭാഗം കണ്ടോ? എയിലെ ഇവിടെ രണ്ടിടത്തും മാത്രമേ റൈറ്റ് ആംഗിൾസ് വരുന്നുള്ളൂ. അത് മാർക്ക് ചെയ്യുക. അതിന് താഴെ 2 എന്ന് എഴുതുക. ഇനിയോ ബി കണ്ടോ? ബിയില് സ്ക്വയർ ആണ്, 4 സൈഡിലും റൈറ്റ് ആംഗിൾസ് ആണ്. 4 സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 4 എന്ന് എഴുതുക. സിയിലോ? C2ലെ സി ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റിലെ എ പോലെയാണ്. നടുക്കത്തെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ റൈറ്റ് ആംഗിൾ. അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 എന്ന് എഴുതുക. ഇനി 3A. എയില് നോക്കാം എത്രയൊക്കെ റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്? നടുക്ക് മാത്രമേ റൈറ്റ് ആംഗിൾസ് ഉള്ളൂ. ഈ നടുക്കത്തെ ഈ ഭാഗങ്ങൾ മാർക്ക് ചെയ്യുക. 3ല് A എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യൻ നടുക്ക് 4 റൈറ്റ് ആംഗിൾസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ അത് മാർക്ക് ചെയ്തിട്ട് 4 എന്ന് എഴുതുക. ഇനി ബി അവിടെ എഴുതാം, താഴത്തെ ബോക്സിൽ എഴുതണം കേട്ടോ. ബി 3Bയിലോ? 3Bയില് ആ ആരോയില് കണ്ടോ? ഈ ആരോയില് ഈ സൈഡില് രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ലേ ആരോ വന്നിരിക്കുന്നത്? ഇവിടെ മാത്രമേ ഉള്ളൂ 2 റൈറ്റ് ആംഗിൾസ്. അത് രണ്ടും മാർക്ക് ചെയ്യുക. താഴത്തെ എഴുതുക 3Bയുടെ അവിടെ എഴുതുക 2. ഇനി സിയിലോ? സിയില് ഒരു റൈറ്റ് ആംഗിൾസും ഇല്ല. എല്ലാം അക്യൂട്ടും ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ്. റൈറ്റ് ആംഗിൾ ഇല്ല. അപ്പൊ സിയുടെ അവിടെ 0 എന്ന് എഴുതുക. ഇനി റൈറ്റ് ആംഗിൾസ് ഇൻ ദ ഫോളോയിങ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് ആണ് റൈറ്റ് ആംഗിൾസ് എഴുതുക. മിസ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഇയിൽ എങ്ങനെയാണ്? ഇയുടെ അല്ലെ? 1 2 3 4. എഫിലോ? 1 2 3 അല്ലെ? എഫില് ഈ 3 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. എച്ചിലോ? 1 2 3 4. എല്ലാവരുടെ മാർക്ക് ചെയ്തേ. ഇനി എല്ലിലോ? ഇവിടെ മാത്രമേ ഉള്ളൂ. ടിയിലോ? ഇവിടെ രണ്ടിടത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവരും പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. റൈറ്റ് ആംഗിൾസ് മാർക്ക് ചെയ്യാം. ഇനി സേ വെദർ ദ ഫോളോയിങ് ആംഗിൾസ് are more than right angle or less than right angle. അടുത്ത പേജ് നമ്പർ 12ല് റൈറ്റ് ആംഗിൾസ് ആണോ അക്യൂട്ട് ആംഗിൾ ആണോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ എന്നാണ് ചോദ്യം. മോർ ദാൻ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ എന്ന് എഴുതണ്ട. അക്യൂട്ട് ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ് അല്ലേ? അപ്പൊ അക്യൂട്ട് ആംഗിൾ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനോ ബി മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. വലിയ ആംഗിൾ 90 ഡിഗ്രിക്കാട്ടിയും വലിയ ആംഗിൾ ആണ്. സോ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് എഴുതുക. ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇനി സി ക്വസ്റ്റ്യൻ കറക്റ്റ് എക്സാക്ട് റൈറ്റ് ആംഗിൾ ആണ്. ഡൗട്ട് ആണെങ്കിൽ പ്രൊട്രാക്ടർ എടുത്തൊന്ന് മെഷർ ചെയ്ത് നോക്കുക. റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് എഴുതുക. അക്യൂട്ട് ആണെങ്കിൽ അക്യൂട്ട്, ഒബ്റ്റ്യൂസ് ആണെങ്കിൽ ഒബ്റ്റ്യൂസ്. ഡി അക്യൂട്ട് ആണ്, ചെറിയ ആംഗിൾ ആണ്. ഡി എന്ന് അക്യൂട്ട്, ഡിയുടെ അവിടെ അക്യൂട്ട് ആംഗിൾ എന്ന് എഴുതുക. ഇ അക്യൂട്ട് ആംഗിൾ ആണ്. എഫ് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, വലിയ ആംഗിൾ ആണ്. G acute angle ആണ്, H obtuse angle ആണ്, I acute angle ആണ്.
ഓക്കെ, അപ്പൊ അവിടെ എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ മെഷർ ചെയ്യുക, എന്നിട്ട് അവിടെ എഴുതുക. ഇനി പേജ് നമ്പർ 13. മിസ് പെട്ടെന്ന് പഠിപ്പിച്ചു പോകുന്നതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ ഭാഗങ്ങളാട്ടോ, ഇതൊക്കെ നമ്മളത് റിവ്യൂ ചെയ്യാണ്. ഡ്രോ ദ ഹാൻഡ്സ് ഓഫ് ക്ലോക്ക് ടു ഷോ ദ റിക്വയർഡ് ടൈം. ഓക്കെ, അപ്പോൾ ഓരോ സമയവും നമ്മൾ വരച്ചു നോക്കുക, എന്നിട്ട് അത് ആംഗിൾസ് റൈറ്റ് ആണോ, അക്യൂട്ട് ആംഗിൾ ആണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ, റൈറ്റ് ആംഗിൾ ആണോ എന്ന് കണ്ടുപിടിക്കുക. 3 മണി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സാക്ട് 12:03 ആയിരിക്കും അല്ലെ. ഇത് ഹവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ്, സോ റൈറ്റ് ആംഗിൾ ആണ് അല്ലെ. 5 മണി എന്ന് പറയുമ്പോഴോ, 5 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലെ, 5-ലും 12-ലും. ഇടയിലത്തെ ഈ ആംഗിൾ എന്താണ്? 12 കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആംഗിൾ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ അവിടെ റൈറ്റ് ആംഗിൾ എന്ന കോളത്തിൽ അവിടെ 3, താഴത്തെ ബോക്സ് ഉണ്ടോ, അവിടെ എന്ത് എഴുതാം? 3 എന്ന് എഴുതാം, 3 എന്ന് എഴുതുക. ഇനി മോർ ദാൻ റൈറ്റ് ആംഗിൾ എന്ന് കാണുന്നിടത്ത് 5, 5 മണി അല്ലെ. ഇനി 11 മണിയോ, 11 മണി ഏകദേശം ഇങ്ങനെ വരും അല്ലെ. ഇവിടുത്തെ ആംഗിൾ എന്താണ്? ചെറിയ ആംഗിൾ, അക്യൂട്ട് ആംഗിൾ. അപ്പൊ അക്യൂട്ട് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ കിടക്കുന്നിടത്ത് 11 എഴുതാം. 11 മണി എഴുതാം. 4 മണി എന്ന് പറയുമ്പോഴോ, 4 മണി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ആംഗിൾ ഇങ്ങനെ വരും അല്ലേ, 4-ഉം 12-ഉം അങ്ങനല്ലേ. 4-ഉം 12-ന്റെ ഇടയ്ക്കത്തെ ഈ ആംഗിൾ 90 ഡിഗ്രിയെക്കാട്ടി വലിയ ആംഗിൾ ആണ്, സോ ഒബ്റ്റ്യൂസ് ആണ്. സോ മോർ ദാൻ റൈറ്റ് ആംഗിളിൽ അവിടെ 4 എഴുതുക. ആ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഈ പടത്തിൽ വരച്ചു കൊടുക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഇനി 8 മണി എന്ന് പറയുമ്പോഴോ ഏകദേശം ഹവർ ഹാൻഡ് ഇവിടെയും മിനിറ്റ് ഹാൻഡ് ഇങ്ങനെയായിരിക്കും അല്ലെ. 8-ന്റെ അവിടെ ഹവർ ഹാൻഡും 12-ന്റെ അവിടെ മിനിറ്റ് ഹാൻഡും. ഈ ഇടയിലത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയെക്കാട്ടും വലിയ ആംഗിൾ ആണ്, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ ഒബ്റ്റ്യൂസിന്റെ അവിടെ 8 എന്ന് എഴുതുക. 8 മണി ഇവിടെ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരച്ചു കൊടുക്കണം. 9 മണിയോ ഇതുപോലെ 3 മണി പോലെ തിരിച്ചു വരയ്ക്കണം അല്ലെ, തിരിച്ചു വരയ്ക്കണം അല്ലെ. ഇവിടെ 9 കറക്റ്റ് റൈറ്റ് ആംഗിൾ ആണ്. സോ റൈറ്റ് ആംഗിളിൽ അവിടെ 9 എന്ന് എഴുതാം. ഇനി 2:30 എന്ന് പറയുന്നതോ, 2, 6 ഏകദേശം നമ്മള് ഇങ്ങനെ വരും അല്ലെ. ഈ ഇടയിലത്തെ ആംഗിൾ എന്താണ്? 2-ന്റെ അവിടെ ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് 6-ന്റെ അവിടെയും ഈ ഇടയിലത്തെ ആംഗിൾ 90 ഡിഗ്രിയെക്കാട്ടിയും വലുതാണ്, ഒബ്റ്റ്യൂസ് ആണ്. സോ അവിടെ ഒബ്റ്റ്യൂസിന്റെ അവിടെ 230 എഴുതുക. നമ്മുടെ ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും വരച്ചു കൊടുക്കുക. 8:50 എന്ന് പറയുമ്പോൾ ഏകദേശം 8-ലും 3-ലും അല്ലെ എന്താണ് ഇങ്ങനെ വരും അല്ലെ. ഈ ഇടയിലത്തെ ആംഗിൾ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ 8:15 ഒബ്റ്റ്യൂസ് ആണ്. ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡും ഓരോന്നിലും വരയ്ക്കുകയും ചെയ്യണം. 8:15 ഒബ്റ്റ്യൂസിന്റെ അവിടെ മോർ ദാൻ റൈറ്റ് ആംഗിൾ അവിടെ എഴുതുക. 10:55 എന്ന് പറയുമ്പോൾ ഹവർ ഹാൻഡ് 10-ലും മിനിറ്റ് ഹാൻഡ് ഏകദേശം 11-ലും ആയിരിക്കും അല്ലെ, 11-ലും ആണ്. അപ്പോൾ ഇടയിലത്തെ ഈ ആംഗിൾ അക്യൂട്ട് ആണ്, ചെറിയ ആംഗിൾ ആണ്. സോ ലെസ് ദാൻ റൈറ്റ് ആംഗിളിൽ അവിടെ 10:55 എഴുതുക. ഈ ആംഗിൾ അവിടെ വരയ്ക്കണം കേട്ടോ, ആംഗിൾ മാർക്ക് ചെയ്യണം കേട്ടോ. ഈ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരയ്ക്കുന്നതിന്റെ കൂടെ തന്നെ ആംഗിൾ മാർക്ക് ചെയ്യണം. 6:05 എന്ന് പറയുമ്പോഴും 6 മണി, ഹവർ ഹാൻഡ് 6-ലായിരിക്കും, നമ്മൾ മിനിറ്റ് ഹാൻഡ് 1-ന്റെ അവിടെ ആയിരിക്കും. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ 6:50 ഈ ആംഗിൾ വരയ്ക്കുക. ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരച്ചിട്ട് ഈ ആംഗിൾ മാർക്ക് ചെയ്യുക. മോർ ദാൻ റൈറ്റ് ആംഗിളിൽ അവിടെ 6:05 എന്ന് എഴുതുക. 1:15 എന്താണ്? 1:15 എന്ന് പറയുമ്പോൾ 1-ഉം 3-യും അല്ലേ. അവിടെ ഹവർ ഹാൻഡ് 1-ലും മിനിറ്റ് ഹാൻഡ് എവിടെയാണ്? 3-ലും. അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ രേഖപ്പെടുത്തുക. ഹവർ ഹാൻഡ് മിനിറ്റ് ഹാൻഡ് വരച്ച് രേഖപ്പെടുത്തുക. അത് അക്യൂട്ടിന്റെ അവിടെ എഴുതുക. ലെസ് ദാൻ റൈറ്റ് ആംഗിൾ അവിടെ എഴുതുക. 3:45 എന്ന് പറയുമ്പോൾ നമ്മുടെ ഹവർ ഹാൻഡ് 3-ലും മിനിറ്റ് ഹാൻഡ് 9-ലും ആയിരിക്കും അല്ലെ. ഹവർ ഹാൻഡ് 3-ലും മിനിറ്റ് ഹാൻഡ് 9-ലും ആയിരിക്കും. അപ്പോൾ എന്തായാലും വലിയ ആംഗിൾ ആണ്, മോർ ദാൻ 90 ഡിഗ്രി ആണ്. സോ അവിടെ എന്തെഴുതും? മോർ ദാൻ റൈറ്റ് ആംഗിൾ അവിടെ ഒബ്റ്റ്യൂസ് ആംഗിളിന്റെ കൂട്ടത്തിൽ എഴുതുക. അപ്പോൾ ആംഗിൾസ് ഈ ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യണം. എന്നിട്ട് വേണം താഴത്തെ ആ കോളം ഫിൽ ചെയ്യാൻ, അതായത് സമയം എഴുതി പോവുക. ഇനി സെക്കൻഡ്, ഇനി പേജ് നമ്പർ 40, മെഷർ ദ ആംഗിൾസ്. ആംഗിൾസ് മെഷർ ചെയ്യാം. മെഷർ ദ ആംഗിൾസ്. നമുക്കറിയാം താഴത്തെ ബേസ് ലൈനും മുകളിലത്തെ ആംഗിൾ ലൈനും തമ്മിൽ ഏത് നമ്പറിന്റെ അവിടെയാണോ വന്ന് നിൽക്കുന്നത് 50 ഡിഗ്രിയിലാണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 50 ഡിഗ്രി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനോ ബേസ് ലൈൻ നേരെ ആ പ്രൊട്രാക്ടറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ചരിഞ്ഞിരിക്കുന്ന ഇൻക്ലൈൻഡ് ലൈൻ 30 ഡിഗ്രിയിലാണ് അല്ലെ. 0 താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയാണ്?
0, 10, 20, 30 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ അവിടെ ആ താഴത്തെ ബോക്സിൽ എഴുതിക്ക് 30 ഡിഗ്രി. ഇനിയോ ബേസ് ലൈൻ വരച്ചു, കറക്റ്റ് 90ലാണ് താഴത്തെ ആ ഫിഗർ, സെക്കൻഡ് വൺ. ഓക്കെ, തേർഡ് വൺ. ഓക്കെ, സെക്കൻഡ് ലൈൻ, ഫസ്റ്റ് വൺ 90 ഡിഗ്രിയാണ്, എക്സാക്ട് 90 ആണ്. 90ലാണ് രണ്ടാമത്തെ ലൈൻ പോയേക്കുന്നത് അല്ലെ, രണ്ടാമത്തെ വെർട്ടെക്സ് പോയേക്കുന്നത്. ഇനി അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർത്ത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫോർത്തില് 90 കഴിഞ്ഞ് ഇങ്ങനെ പോയേക്കാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ബേസ് ലൈൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 10, 0, 10, 20, 30, 40, 50, 60, 70, 80, 90. 90യെക്കാട്ടിയും കുറച്ചുകൂടെ വലിയ ആംഗിൾ ആണ് അല്ലേ. അപ്പൊ 90, അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത്? 80 എന്ന് എഴുതാൻ പറ്റുമോ? ഇപ്പുറത്ത് നിന്ന് എന്നെ തുടങ്ങുമ്പോൾ അവിടെയും 0, 10, 20, 30, 40, 50, 60 ഉണ്ട്. അപ്പൊ അങ്ങനെയല്ല, നമ്മുടെ ബേസ് ലൈൻ ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വേണം കൗണ്ട് ചെയ്ത് പോകാൻ. അപ്പൊ 90യെക്കാട്ടിയും വലിയ നമ്പർ അല്ല, മുകളിലത്തെ നമ്പർ എന്താണ്? താഴത്തെ നമ്പർ നോക്കിക്കേ. 90യെക്കാട്ടിയും വലിയ ആംഗിളിലോട്ടാണ് ഈ ലൈൻ പോയേക്കുന്നത്. അപ്പൊ എത്ര ആംഗിൾ ആണ്? 110 ഡിഗ്രി ആണ്. കണ്ടോ? 110 നേരെയാണ്. പൊട്രാക്ടർ എടുത്ത് നോക്കിയേ. പൊട്രാക്ടർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എക്സാക്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 110 ഡിഗ്രിയാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ ബേസ് ലൈൻ ഇങ്ങനെ വന്നേക്കുന്നു. ഇത് 90 ഡിഗ്രിയെക്കാട്ടും വലിയ ആംഗിളായിട്ട് പോയേക്കാണ്. ഓക്കെ, ഇവിടുന്ന് 10, 20, 30, 40, 50, 60, 70, 80, 90 ആയിട്ട് ഇവിടെ വന്നു. എന്നിട്ടോ അതും കഴിഞ്ഞ് പിന്നെയും പോയി ലാസ്റ്റ് 150യുടെ അവിടെ കിടക്കാണ് അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 90യെക്കാട്ടി വലിയ ആംഗിളാണ്, 150 ഡിഗ്രിയാണ്. ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിലോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ അത് 30 ഡിഗ്രിയാണ്. പക്ഷെ ക്ലോക്ക് വൈസ് അല്ല, നമ്മുടെ ബേസ് ലൈൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കിടക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ അത് 150 ഡിഗ്രി. ആൻസർ എന്താണ്? 150 ഡിഗ്രിയാണ്. ബേസ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പൊ 150 ഡിഗ്രിയാണ് അല്ലേ. ഇനി എന്താണ്? ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിടക്കുക, ഇങ്ങനെ കിടക്കുക. ബേസ് ലൈൻ എവിടെ നിന്നാണ്? അവിടെ നിന്ന് ആഡ് ചെയ്യുക. 0, 10, 20, 30, 40 കിടക്കാം അല്ലേ. അപ്പൊ ഈ ആംഗിൾ 40 ആണ്. ഓക്കെ, 40. സിക്സ് ക്വസ്റ്റ്യൻ 40. ഇനിയോ സെവൻത് ക്വസ്റ്റ്യൻ നോക്കിയേ. ബേസ് ലൈൻ പിന്നെയും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിടക്കുകയാണ്. എന്നിട്ട് 90 കഴിഞ്ഞ് കിടക്കുക അല്ലേ. ഇവിടുന്ന് 0, 10, 20, 30, 40, 50, 60, 70, 80, 90. 90 ഇവിടെ കിടക്കുക. 90 കഴിഞ്ഞ് പോയേക്കുക. ഇതുവരെ കൂടെ പോയേക്കുന്നത് 110 അല്ലേ. 110ലൂടെ പോയേക്കുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ കംപ്ലീറ്റ് ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. ഓക്കെ, 110 ഡിഗ്രി. ബേസ് ലൈനിൽ നിന്ന് എണ്ണി തുടങ്ങും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് എണ്ണി തുടങ്ങും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്താണ്? 90ലൂടെ പോയേക്കുന്നത്. അപ്പൊ 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി. അവിടെ താഴത്തെ എഴുതുക 90 ഡിഗ്രി. ഇനി പേജ് നമ്പർ 50, മെഷർ ദ ആംഗിൾസ്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും പ്രൊട്രാക്ടർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആംഗിൾസ് മെഷർ ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ലൈൻസിന്റെ ഈ ഒരു പോയിന്റിൽ വേണം ഈ ലൈൻ, പ്രൊട്രാക്ടറിലുള്ള ലൈനിന്റെ ആ ഒരു ലൈനിലോട്ട് മെർജ് ചെയ്ത് വെച്ചിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. അപ്പം നമ്മുടെ ബേസ് ലൈൻ നോക്കുക, ഇവിടെ നിന്നല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങുക. ഇവിടെ നിന്നാണ് ആംഗിൾ പോയേക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങുക. ഇങ്ങനെ വന്നാലോ പ്രൊട്രാക്ടർ വെക്കുക. ബേസ് ലൈൻ ഇവിടെയാണ്, ഇങ്ങോട്ടേക്കാണ് ആംഗിൾ പോയേക്കുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ എണ്ണി നോക്കുക. അങ്ങനെ എല്ലാത്തിന്റെയും ആംഗിൾ കണ്ടുപിടിക്കുക. ഇങ്ങനെ വന്നിരിക്കുന്ന ഫിഗർ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? പ്രൊട്രാക്ടർ എങ്ങനെ വെക്കും? ഈ ഒരു പോയിന്റിൽ ആ പ്രൊട്രാക്ടറിന്റെ മിഡിൽ ആ സർക്കിൾ കൊള്ളണം അല്ലെ. മിഡിൽ ആ സർക്കിൾ കൊള്ളുന്ന പോലെ ഈ ഒരു പോയിന്റിൽ വെക്കണം. പ്രൊട്രാക്ടർ ഇത് ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇവിടെ ആ കറക്റ്റ് ആ മിഡിൽ പ്രൊട്രാക്ടറിന്റെ സർക്കിൾ, ആ നടുക്കത്തെ ആ സർക്കിൾ, ആ മിഡിൽ പോയിന്റ് വെക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ബേസ് ലൈൻ ഇതാണ്. എന്നിട്ട് ഇവിടെ നിന്ന് എണ്ണിപ്പ് തുടങ്ങുക. ഇവിടെ 0, 10, 20, 30, 40 അങ്ങനെ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ വന്നാലും എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ ഏതെങ്കിലും ഒരു ബേസ് ലൈൻ സെലക്ട് ചെയ്യുക. ഈ ഒരു ബേസ് ലൈൻ സെലക്ട് ചെയ്യുക അല്ലേ. പ്രൊട്രാക്ടർ എന്നിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ബേസ് ലൈൻ അതാണ് സെലക്ട് ചെയ്താൽ ഇവിടെ നിന്ന് എണ്ണി പോവുക. ഓക്കെ, ബേസ് ലൈൻ 10, 20, 30, 40 അങ്ങനെ എണ്ണി പോവുക. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും ആംഗിൾസ് കണ്ടുപിടിച്ചാൽ അത് ബോക്സിൽ എഴുതത്തില്ല എല്ലാവരും. മിസ് പ്രൊട്രാക്ടർ എന്ന ഒരു ഡി പ്രൊട്രാക്ടർ അല്ലെ, ഡി ഗെയിം, അത് പ്രത്യേകം മിസ് ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ചതാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആംഗിൾസ് മെഷർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് പെൻസിൽ വെച്ച് അവിടെ എഴുതുക. പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് തന്നെ മെഷർ ചെയ്യണം. എന്നിട്ട് പെൻസിൽ വെച്ച് അവിടെ ആൻസർ എഴുതണം.
ഇനി മെഷർ ദ ആംഗിൾസ് ഇൻ ഈച്ച് ഷേപ്പ് ആൻഡ് റൈറ്റ് ദം. ഓരോ ആംഗിൾസും കണ്ടില്ലേ, ഓരോ കോർണേഴ്സിലും വെച്ച് ആംഗിൾസ് മെഷർ ചെയ്യുക. കണ്ടോ, മുകളിലത്തെ ആ ട്രയാങ്കിളിൽ എന്താണ്, ഒരു ബേസ് ലൈൻ സെലക്ട് ചെയ്ത്, ഇതൊരു ബേസ് ലൈൻ സെലക്ട് ചെയ്താൽ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചു, ഇവിടെ വെച്ചു, എന്നിട്ട് ഇത് ബേസ് ലൈൻ അല്ലേ, അപ്പൊ ഇവിടെ നിന്ന് എണ്ണി തുടങ്ങി അല്ലേ, ഇവിടെ നിന്ന് 10, 20, 30, 40 അങ്ങനെ എണ്ണി തുടങ്ങി. ഈ ലൈൻ എവിടെ ടച്ച് ചെയ്യുന്നു അതാണ് എൻ്റെ ആംഗിൾ. ഓക്കെ, ഇനി ഇതൊരു ബേസ് ലൈൻ സെലക്ട് ചെയ്താൽ എന്താണ്, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു, എന്നിട്ടോ ഇത് ബേസ് ലൈൻ അല്ലേ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ല ആംഗിൾ പോയേക്കുന്നത്, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണി തുടങ്ങാം. ഇനി ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാനോ ഇത് ബേസ് ലൈൻ ആയിട്ട് സെലക്ട് ചെയ്താൽ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു, എന്നിട്ടോ ഇത് ബേസ് ലൈൻ അല്ലേ, എന്നിട്ട് ഇവിടെ നിന്ന് എണ്ണി തുടങ്ങാം. ഓക്കെ, അങ്ങനെ ചെയ്യത്തില്ല എല്ലാവരും. ഇനിയോ ഇത് ഇങ്ങനത്തെ ഫിഗർ, 4 ആംഗിൾസ് വരുന്ന ഇങ്ങനത്തെ ഫിഗർ ആണെങ്കിലോ, ഫസ്റ്റ് ഇത് ബേസ് ലൈൻ സെലക്ട് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, ബേസ് ലൈനിൽ ആംഗിൾ എണ്ണി പോവുക. ഇനി ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഇത് ബേസ് ലൈൻ ആയിട്ട് സെലക്ട് ചെയ്യുക, എന്നിട്ടോ ഈ ആംഗിൾസ് ഇവിടെ നിന്ന് എണ്ണിപ്പോയി, ഈ ബേസ് ലൈനിൽ നിന്ന് ആംഗിൾസ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ബേസ് ലൈൻ സെലക്ട് ചെയ്യുക, പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ബേസ് ലൈനിലല്ലേ ഇവിടെ നിന്ന് എണ്ണിപ്പോയി ഈ ലൈൻ ടച്ച് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ബേസ് ലൈൻ സെലക്ട് ചെയ്യുക, പ്രൊട്രാക്ടർ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക, ബേസ് ലൈൻ ഇതല്ലേ, ബേസ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ വെർട്ടെക്സ് ഈ ലൈൻ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് അതിൻ്റെ ആംഗിൾ. അങ്ങനെ ഓരോ ഷേപ്പിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കുമല്ലോ എല്ലാവരും. കണ്ടുപിടിച്ച് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് തരണം കേട്ടോ. വളരെ എളുപ്പമാണ്, എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് മിസ്സിന് ഹോംവർക്ക് ചെയ്ത് തരണം. ഇനി പേജ് നമ്പർ 17 ഹൗ മെനി സ്ക്വയർസ് നമ്മൾ പഠിച്ച ചാപ്റ്റർ അല്ലേ. ഇൻ ഈച്ച് പെയർ കളർ ദ ഷേപ്പ് വിത്ത് ഗ്രേറ്റർ സ്പ്രെഡ്. ഏറ്റവും കൂടുതൽ സ്പ്രെഡഡ് ഏരിയ ഉള്ളത് ഏതാണോ അത് ഓരോന്നിനും കളർ ചെയ്യുക. ചെറിയ സർക്കിൾ, വലിയ സർക്കിൾ, ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ഏതായിരിക്കും, സെക്കൻഡ് വൺ. അപ്പൊ ആ സെക്കൻഡ് വൺ ഇഷ്ടമുള്ള ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യുക. ഇവിടെ നോക്കിക്കേ, ഈ രണ്ടാമത്തെ ഫിഗറിൽ വലിയ ഫിഗർ ഏതാണ്, സ്പ്രെഡഡ് ഏരിയ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ഏതാണ്, ഫസ്റ്റ് വൺ കളർ ചെയ്യുക. ഇഷ്ടമുള്ള ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യുക. സ്കെച്ച് പെൻ യൂസ് ചെയ്ത് അപ്പുറത്തെ പേജിലൊക്കെ പടരും, മഷി പറ്റും, അതുകൊണ്ട് ക്രയോൺസ് ഉപയോഗിക്കാവുള്ളൂ. ഇനി ഈ തേർഡ് ഫിഗറിൽ വലുത് ഏതാണോ വലുതിന് കളർ ചെയ്യുക. ഇനി ഫോർത്തിൽ വലുത് ഏതാ, സെക്കൻഡ് വൺ, അത് കളർ ചെയ്യുക. ഫിഫ്ത്ത് ബോക്സിലോ സെക്കൻഡ് വൺ ആണ്, അത് ഇഷ്ടമുള്ള കളർ ചെയ്യുക. സിക്സ്ത് ബോക്സിൽ ഫസ്റ്റ് വൺ ആണ്, ആരോസിൽ ഫസ്റ്റ് ആരോ ആണ് വലുത്, അപ്പൊ അത് കളർ ചെയ്യുക. ഇനി സെവൻത്ത് ബോക്സ് നോക്കി, അതിൽ ഏറ്റവും വലുത് ഏതാ, ഫസ്റ്റ് വൺ ആണ് അല്ലേ, അപ്പൊ അത് കളർ ചെയ്യുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ഹെക്സഗൺ ആണ് വലുത്, അപ്പൊ അത് കളർ ചെയ്യുക. വലിയ ഏരിയ എന്താണ്, ഗ്രേറ്റർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ വലിയ ഏരിയ വരുന്നത്, വലുപ്പമുള്ളത്, അതിനെ കളർ ചെയ്യുക. ഇനി സ്കെച്ച് വൺ ഫിഗർ ഓഫ് ഈച്ച് പെയർ ആൻഡ് on a tracing paper, put it on the other and find out which has greater spread, then color it. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ഗ്രേറ്റർ സ്പ്രെഡ് ഏറ്റവും വലിയ ഏരിയ വരുന്നത് ഏതാന്ന് കണ്ടുപിടിച്ചിട്ട് അത് കളർ ചെയ്യുക. നിങ്ങൾ ആദ്യം ഈ രണ്ട് ഷേപ്സും എന്താണ് ഇതിന്റെ അല്ല വേണ്ട, ഈ ഓരോ ബോക്സിലും കാണുന്ന ഒരു ഫിഗർ വരയ്ക്കുക, ഒരു കളർ പേപ്പറിൽ വരച്ചിട്ട് ഒന്നിന്റെ പുറത്ത് വെച്ച് നോക്കുക. ഈ സെയിം ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതേ സൈഡ്സും അതേ ഈക്വൽ ലെങ്ത് വരുന്ന പോലെ തന്നെ ഒരു പടം ഒരു കളർ പേപ്പറിൽ വരച്ചിട്ട് മറ്റേതിന്റെ പുറത്ത് വെച്ച് നോക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ വലിയ സ്പേസ് വരുന്ന ഏതാന്ന് കണ്ടുപിടിക്കുക. നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ പേജിലാണെങ്കിൽ 17th ഒറ്റ നോടത്തിൽ കണ്ടുപിടിച്ചല്ലേ, ഇതും ഒറ്റ നോടത്തിൽ വലുത് ഏതാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റൊരു പേപ്പറിൽ വരച്ചിട്ട് മറ്റേ പടത്തിന്റെ ഒരു ഫിഗർ സെലക്ട് ചെയ്യുക, അതൊരു കളർ പേപ്പറിൽ വരയ്ക്കുക, എന്നിട്ട് മറ്റേ ഫിഗറിന്റെ പുറത്ത് വെച്ചിട്ട് നോക്കണം വലുതാണോ ചെറുതാണോ എന്ന് നോക്കുക. എന്നിട്ട് വലുതിന് കളർ ചെയ്യുക എന്നാണ് പറയുന്നത്. വലുത് കട്ട് ചെയ്ത പേപ്പർ മാറ്റി കളഞ്ഞിട്ട് എന്താണ് വലുത് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വലുതിന് കളർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്യണം കേട്ടോ. സെക്കൻഡ് ബോക്സ് നോക്കി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫസ്റ്റ് ആണ് അല്ലേ വലുത്, അപ്പൊ ഫസ്റ്റ് ഇഷ്ടമുള്ള ക്രയോൺസ് യൂസ് ചെയ്ത് കളർ ചെയ്യുക. ഇനി തേർഡ് നോക്കി, തേർഡിൽ സെക്കൻഡ് ബോക്സ് ആണ് വലുത്, ഫോർത്തില് ഫസ്റ്റ് ബോക്സ് ആണ്. അങ്ങനെ നിങ്ങൾ വലുത് ഏതാന്ന് കണ്ടുപിടിക്കുക, വലുതിൽ കളർ ചെയ്യാം. ഇപ്പൊ ഇതുവരെയുള്ളതെല്ലാം പേജ് നമ്പർ 10 അല്ലെ, പേജ് നമ്പർ 10 to പേജ് നമ്പർ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇത് ഈ പ്രാക്ടീസ് ബുക്കിൽ തന്നെ ചെയ്ത് മനസ്സിലാക്കി ചെയ്ത് പ്രൊട്രാക്ടർ ഉപയോഗിക്കണം കേട്ടോ. മനസ്സിലാക്കി ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഇത് ഓരോ പേജ് ഇട്ട് തരണം. എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.